വിനായകൻ എപ്പോഴും ഇരുവാദം മുഴക്കുന്നു, അല്ലെങ്കിൽ ജാതിക്കാട് ഇറക്കുന്നു. വിനായകനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നു അയാളുടെ ഒരു പശ്ചാത്തലം അതായിരുന്നു. വളരെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിക്ക് സ്വാഭാവികമായി ഇത്തരം വാക്കുകളൊക്കെ ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതിന് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അയാൾ ഒരു വലിയ ഒരു ദളിത് പോരാളിയാണെന്നൊക്കെ രീതിയിൽ വാദം ഉന്നയിക്കുന്നവർ ഈ അപർണ കുറുപ്പിൻ്റെ അച്ഛൻ PNR കുറുപ്പിനെ കുറിച്ചൊന്ന് അറിയണം. ഒരുപക്ഷെ ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി കവിതയിലൂടെ ധീരമായ ശബ്ദമുയർത്തിയ ഒരു വലിയ ഒരു കവിയുടെ മകളാണ് അപർണ കുറുപ്പ്. പുലയാടി മക്കളെന്ന ആ കവിതയിലൂടെ ദളിത് വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് അപർണ കുറുപ്പിൻ്റെ അച്ഛൻ. അപർണ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്, അങ്ങനെയുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും, അല്ലെങ്കിൽ അച്ഛൻ തെളിച്ച വഴിയിലൂടെ വളർന്നു വന്ന മാധ്യമ പ്രവർത്തകയായ വ്യക്തിയാണ് അപർണ കുറുപ്പ്. സ്വാഭാവികമായും ഈ വിനായകനെ പോലെ വിനായകൻ ഈ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് അപർണ കുറുപ്പിൻ്റെ അച്ഛൻ ഈ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ചെയ്ത, അദ്ദേഹം ഉയർത്തിയ ആ ശബ്ദങ്ങളെ, കവിതയിലൂടെ ഉയർത്തിയ ആ പോരാട്ടങ്ങളെ, വാക്കുകൾ വീണ്ടും അനുസ്മരിക്കപ്പെടുന്നത്. ടോം അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അത് വളരെ വ്യക്തിപരമായിട്ട് അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഇതൊരു വ്യക്തി എന്ന രീതിയിലൊരു അധിക്ഷേപം വന്നതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മളൊരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ കൂടിയാണ്. പക്ഷേ അധിക്ഷേപം നമ്മൾക്ക് കേൾക്കേണ്ടി വരുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം കൂടി ഉള്ളതുകൊണ്ട് എന്താണ് ആ സ്വത്വം എന്ന് പറയാൻ കൂടി ഞാൻ നിർബന്ധിതം ആയതുകൊണ്ടാണ്. അയ്യപ്പൻ്റെ കവിതയാണ് എന്ന് ഒരു പക്ഷേ ഒരുപാട് കാലം തെറ്റിദ്ധരിക്കപ്പെട്ട കവിത കൂടിയാണ്. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയൻ്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ, പറയുമോ പുലയാടി മക്കളെ എന്നുള്ളതാണ്. അത് ഈയിടെ സിനിമയിൽ കൂടി ഭാരത സർക്കസിലടക്കം അത് ഒന്നുകൂടെ ഫീച്ചർ ചെയ്ത് വന്ന ഒരു കവിതയാണ്. അല്ല, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഈ കവിതയിലെ ഒന്നോ രണ്ടോ വാചകങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു പ്രത്യേകതരം ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുകയാണ് വിനായകൻ. അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കാട് ഉപയോഗിക്കുക, ഒരു സ്ത്രീക്കെതിരെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എന്ന് വരുമ്പോൾ അതിന് ബദലായിട്ട് കൊണ്ടുകൂടിയാണ് ഇത്തരം ചില പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ദളിതർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ദളിത് ആക്ടിവിസ്റ്റുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദളിത് ആക്ടിവിസ്റ്റുകളുടെ മെസ്സേജുകളൊക്കെ വരുന്ന സമയമാണിത്. ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഈ നടത്തുന്ന കസർത്തുകളും പുലയാട്ടുകളും, ഞാൻ ആ വാക്ക് വീണ്ടും പറയുകയാണ്, അത് ആ വാക്ക് എങ്ങനെയാണ് അസഭ്യമല്ലാതാകുക എന്ന് വിനായകൻ പറയുമ്പോൾ എനിക്ക് അതിന് മോശമായൊരു വാക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്, നമുക്ക് ആ നിലവാരത്തിലേക്ക് താഴാൻ കഴിയാത്തത് കൊണ്ടാണ്. ദളിത് വിഭാഗത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ അതൊരു സ്ത്രീ അടക്കം വിളിച്ചപ്പോൾ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി പരാമർശം നടത്തിയ ആളാണ് വിനായകൻ. അന്ന് അവർ വിളിച്ചത് അങ്ങനെ ഒരു ദളിത് കോളനിയിലെ കുട്ടികൾക്ക് വിനായകനെ കാണാൻ വേണ്ടി പ്രത്യേക അപ്പോയിൻമെൻ്റ് എടുക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോസിന് വേണ്ടി പോലും, പിന്നെ ദളിത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് പോലും വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്വവാദമല്ല ഉയർത്തിപ്പിടിക്കുന്നത്, ബേസിക്കലി സ്ത്രീ വിരുദ്ധതയാണ്. സ്ത്രീ വിരുദ്ധത ഉദ്ഘോഷിക്കുകയാണ്. ആ ഉദ്ഘോഷിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന പച്ചത്തറി പറയും. ഈ പച്ചത്തറിയെല്ലാം പച്ചയായ മനുഷ്യൻ്റെ സംസ്കാരമാണെന്ന് ഞാൻ ഉദ്ഘോഷിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിനായകന് എന്ത് മറുപടിയാണ് നമുക്കിനി കൊടുക്കാനുള്ളത്? ഇത് സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, അടൂര് സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പുഷ്പാവതി പൊയ്പാടത്തിനെ പോലെ ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ അത് ചർച്ച ചെയ്ത സമൂഹത്തിൽ എത്ര പെട്ടെന്ന് ആ വിഷയം വഴിതിരിച്ചു വിടാൻ, ആ വിഷയം ഇല്ലാതാക്കാൻ അതിന് വിനായകന് കഴിഞ്ഞു. അപ്പോൾ വിനായകൻ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന്, ദളിത് വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുശല്യമാണ്, അശ്ലീലമാണ് വിനായകൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതൊരു മൈൽഡ് അഭിപ്രായമായിട്ടാണ് പറയാനുള്ളത്. ഈ മാധ്യമ രംഗത്തുള്ള സ്ത്രീ ശരീരങ്ങൾ എന്നെടുത്ത് പറയുമ്പോൾ പുരുഷ ശരീരങ്ങൾ പറയുന്നില്ല. കാരണം സ്ത്രീകളെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന സംഭവം ഒരിക്കൽ ഈ വിനായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്ന് പോലീസുകാർ അവിടെ എത്തിയപ്പോൾ, അയാളുടെ കൊച്ചിയിലെ ഫ്ലാറ്റിലെത്തിയപ്പോൾ പോലീസിനെ ആക്ഷേപിക്കുന്ന, പോലീസുകാരുടെ വൃത്തികേട് പറയുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴും പോലീസിന് നേരെ ഭീഷണി മുടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനായകനെ പോലീസ് വെറുതെ വിടുന്നു. മാത്രമല്ല അതിനുശേഷം നിരവധി സ്ത്രീകളെ വിനായകൻ ആക്ഷേപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ, നെഹ്റുവിനെ പോലെ, VS ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ അത്രയധികം നമ്മളൊക്കെ ആദരിക്കുന്ന
സ്നേഹിക്കുന്ന മഹത് വ്യക്തികളെ തുടർച്ചയായി ആക്ഷേപിച്ചിട്ടും ഈ വിനായകനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ പോലീസ്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഒരു തവണയെങ്കിലും വിനായകനെതിരെ ശക്തമായ നടപടിയെടുത്താൽ ഇതുപോലെയുള്ള അസഭ്യവർഷം ഫേസ്ബുക്കിലൂടെയുള്ള പുലഭ്യങ്ങൾ ആവർത്തിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് അത്തരമൊരു നടപടി ഇയാൾക്കെതിരെ സ്വീകരിക്കാത്തത്? എത്ര കേസുകളാണ്? അതാണ് ഇതിനകത്തൊരു വലിയ വിഷയമുണ്ട്. നിങ്ങൾ അത് ഒരുപക്ഷെ ഇടതുപക്ഷ സൈബർ അണികൾ സ്വയം ചോദിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എല്ലാ വിഷയത്തിനകത്തും ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കം ഈ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് വിനായകന് അനുകൂലമായിട്ടൊരു നിലപാടല്ലേ, പ്രത്യേകിച്ച് കഞ്ചാവ് കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അപ്പോഴുമുണ്ട്. നിങ്ങൾക്കൊരു ക്രിമിനലിന് ഒളിച്ചിരിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ലേബൽ കൊടുക്കുന്നത് ശരിയല്ല. അത് നിങ്ങളുടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് നിങ്ങൾക്കൊരു പീഡോഫൈൽ ആകാൻ കഴിയുമോ? അതിന് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു പ്രിവിലേജായി നിങ്ങൾ എടുക്കുമോ? ആ വാക്കാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. കലാകാരനായതുകൊണ്ട് പച്ചയ്ക്ക് എന്തും വിളിച്ചു പറയാം, എന്ത് ഭാഷയും പറയാം. മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കണം ടോം. നമ്മുടെ ചാനലിൽ അന്തിച്ചർച്ച നടത്തിയത് വിനായകനെ വിറ്റ് കാശാക്കിയാണല്ലോ അന്തിച്ചർച്ച എന്ന് പറയുമ്പോഴും പറയുന്നത് ഇവിടെ നടത്തുന്നവരുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്ത്രീകൾക്ക് നേരെ മോശമായ പെരുമാറ്റം പൊതു ഇടങ്ങളിൽ പറയുന്ന ഒരാൾക്ക് നമ്മൾ കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ തന്നെ സ്ത്രീകൾക്ക് അത്രയേറെ സുരക്ഷയുണ്ട് എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ, ഒരു ഇടതുപക്ഷത്തിന് തണലാൽ പോലും ആ തണലിൽ എനിക്കെന്തും പറയാമെന്നുള്ളൊരു അഹങ്കാരം ഒരു കലാകാരന് ഒരു കാലത്തും ആർക്ക് കൊടുക്കാൻ പാടില്ല. ഒരു കലാകാരന് അതൊരിക്കലും കിട്ടാൻ പാടില്ല. പിന്നെ ഇനി ഇത് ഉറക്കെ പറയുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരത്തെക്കുറിച്ചും ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ പല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളത് മിണ്ടാതിരിക്കണം. നിങ്ങളിനി ഇതിൽ കൂടുതൽ പറയാതിരിക്കുക. എനിക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാനിത് പറയും, അങ്ങനെ നിങ്ങൾ പേടിക്കുമെന്നാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പേടിക്കില്ല. നല്ല സിനിമകളിലാണ് അഭിനയിക്കുന്നത്, ആ സിനിമകൾ കാണും. വിനായകൻ്റെ ആ സിനിമകൾ കണ്ട് കൈയടിക്കുകയും ഒരുപക്ഷെ അതിനെ അഭിനന്ദിക്കുകയും ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞാൽ അതിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യും. അതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അപർണ, ഈ വിനായകൻ തുടർച്ചയായി പല സ്ത്രീകളെയും ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. വനിതാ സംഘടനകളടക്കം നേരിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരാതികൾ വരും. പക്ഷേ ടോമ, ഇതൊരു വ്യക്തിക്ക് നേരെയോ അല്ലെങ്കിൽ ഒരു ചാനലിന് നേരെയോ മാധ്യമ പ്രവർത്തകരെന്നൊരു വിഭാഗത്തിന് നേരെ ഉയരുന്നതല്ല. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കുമെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെതിരെ ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നല്ല ഗോവിന്ദചാമി നല്ല സിനിമകളിൽ അഭിനയിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഗോവിന്ദചാമിയെ നമ്മൾ അംഗീകരിക്കുമോ? ഏകദേശം ഞാൻ പറയട്ടെ, നല്ല ഭാഷകളല്ല, മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കലാകാരൻ്റെതായ പ്രിവിലേജുകൾ കൊടുക്കാൻ കഴിയുക? ശ്വേത മേനോനെതിരെ ഒരു പരാതി വന്നപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ് പോലും നോക്കാതെ വളരെ കേസിലേക്ക് കടന്ന ഒരു നിയമവ്യവസ്ഥ ഇവിടെയുണ്ട്. ഞാൻ ഈ വിഷയം എടുത്ത് പറയാൻ കാരണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു കലാകാരനാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരാതിയിലുള്ള നടപടി ഇല്ലാതാകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നടപടി ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ള ഒരു സംശയം ബലപ്പെടും. ആ സംശയം മറുവശത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കാതിരിക്കാൻ കൃത്യമായ നടപടിയെടുക്കേണ്ടത് അത് ഭരിക്കുന്ന ഭരണകൂടത്തിനും നിയമപാലനാ സംവിധാനത്തിനും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് അവർ കടക്കുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പ്രതീക്ഷ. യെസ്, വ്യക്തമാണ്. അപർണ കുറുപ്പൻ, നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനിയും വിനായകനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. കാരണം അയാൾ പറയുന്നത് അങ്ങേയറ്റം അസഭ്യമാണ്, വൃത്തികേടാണ്. പലരെയും നിരവധി ആളുകളെ വിനായകൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് നല്ല നടനൊക്കെ തന്നെയാകാം. പക്ഷേ അവിടെ കാണിക്കേണ്ട എന്തുകൊണ്ടാണ് വിനായകനെ ആളുകൾ സ്നേഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവും അവിടെ നിന്ന് അത്തരം ആ പശ്ചാത്തലത്തിൽ നിന്നും പല പ്രതിസന്ധികളെയും അതിജീവിച്ച് വലിയ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ തന്നെ മികച്ചൊരു നടനായി മാറിയതുകൊണ്ടാണ് വിനായകനെ മലയാളികളൊക്കെ സ്നേഹിച്ചത്. പക്ഷേ ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ, ഇതുപോലുള്ള വാക്കുകൾ, പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ വിനായകനോടുള്ള അതൃപ്തി
പരസ്യമായി പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. ശക്തമായ നടപടിയാണ് വിനായകൻ്റെ ഇതുപോലുള്ള പരാമർശങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിക്കേണ്ടത്.